കഴിഞ്ഞ ആഴ്ചയിലെ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് റോക്കിയും ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള വിഷയം തന്നെയായിരുന്നു. അവർ തമ്മിലായിരുന്നു ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ വഴക്കുകൾ ഉണ്ടാക്കിയതും. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചതും ആ ടോപ്പിക്കായിരുന്നു. അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ചോദിക്കുകയും അതുപോലെ തന്നെ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം നമുക്കറിയാം അവിടെ റോക്കി ഏതു നേരം ജാസ്മിനെ ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നത് തന്നെ നമ്മൾ കാണുന്നതാണ്. അതുപോലെ തന്നെ ജാസ്മിനും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഉപ്പയുടെ കോൾ വന്നതിന് ശേഷം ജാസ്മിൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. ജാസ്മിൻ വന്ന് റോക്കിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഒരു 2 ദിവസത്തെ ഗ്യാപ്പ് എനിക്ക് തായോ, എനിക്ക് 2 ദിവസം എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്കാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് റോക്കിയുടെ അടുത്ത് വന്ന് കെഞ്ചുന്നുണ്ടായിരുന്നു അവിടെ ജാസ്മിൻ. പക്ഷേ അവിടെ ഒരിക്കൽ പോലും അത് സമ്മതിച്ചു കൊടുക്കാനായിട്ട് റോക്കി തയ്യാറായില്ല. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ റോക്കിക്ക് കൈ കൊടുക്കാനും കൂട്ടുകൂടാനും വരുന്ന ജാസ്മിനെയും കാണാൻ സാധിച്ചു. പക്ഷെ റോക്കി അതിനെയും താല്പര്യം കാണിച്ചില്ല. പക്ഷെ ലാലേട്ടൻ ഇന്ന് ചോദിച്ചു റോക്കിയുടെ അടുത്ത്, എന്തുകൊണ്ടാണ് കൈ കൊടുക്കാഞ്ഞത്, എന്തുകൊണ്ടാണ് കൂട്ടുകൂടാഞ്ഞത് എന്ന് ചോദിച്ചു. അവിടെ റോക്കി പറഞ്ഞ മറുപടിയാണ് കേട്ടോ. ഓരോ കാര്യങ്ങൾക്കും റോക്കിക്ക് കൃത്യമായ എക്സ്പ്ലനേഷൻ ഉണ്ട്, കൃത്യമായി മറുപടികളുണ്ട്. അത് പറയുന്ന ശൈലിയും നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. റോക്കിയുടെ മറുപടികൾ റോക്കി പറയാണ്, ഞാൻ കൊടുക്കാതിരുന്നതിനെ കാരണമുണ്ട് ലാലേട്ട. ചിരിച്ചുകൊണ്ട് ചതിക്കുന്ന, സ്നേഹിച്ചുകൊണ്ട് വഞ്ചിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അവൾ അല്ലെങ്കിൽ അവർ. അതുകൊണ്ടാണ് ഞാൻ കൂടെ നിൽക്കാത്തത്. എനിക്കവരെ ഒട്ടും വിശ്വാസമില്ല എന്നാണ് അവിടെ റോക്കി പറഞ്ഞത്. ഇതൊരു ഗെയിമാണ്, ഗെയിമിൻ്റെ ഭാഗമായാണ് അവിടെ സംഭവിക്കുന്നത്. ഈ റോക്കി എന്ന് പറയുന്ന വ്യക്തി തികച്ചും നമ്മൾ ഒറ്റയ്ക്ക് കാണുന്ന സമയത്ത് ഭയങ്കര പാവമായിട്ട് തോന്നിയിട്ടുണ്ട്. ഗെയിം ഓണായി കഴിഞ്ഞാൽ റോക്കി പിന്നെ വയലൻ്റ് ആവുകയും ചെയ്യും. അവിടെ അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, ഗബ്രി എന്ന് പറയുന്ന വ്യക്തി എന്നെ ബിഗ് ബോസ് വിളിച്ചിട്ടാണ് ഞാനിവിടേക്ക് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരം കൊണ്ട് പറയുകയും, എന്നാൽ ഞാനിവിടെ 5-6 വർഷം കഷ്ടപ്പെട്ട് അത്രയും ബുദ്ധിമുട്ടി ആഗ്രഹിച്ചു വന്നതാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ആഗ്രഹിച്ചു വന്ന പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ല എന്നല്ല, എനിക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പെർഫോം ചെയ്യാനുണ്ട്, എനിക്ക് കള്ളത്തരം കാണിക്കാനുള്ള സമയമല്ല ഇത് എന്നും അവിടെ പറയുന്നുണ്ട് അവിടെ റോക്കി. എന്തായാലും റോക്കിയുടെ പെർഫോമൻസ് തന്നെയായിരുന്നു ഈ ആഴ്ച ലാലേട്ടൻ വന്ന സമയത്ത് നമുക്ക് എടുത്ത് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇന്നത്തെ ദിവസം മുഴുവൻ നിറഞ്ഞു നിന്നത് റോക്കി തന്നെയായിരുന്നു.